എന്താടാ ഇത്? തുടക്കതയോ അതോ നീ തന്നെ കൊടുക്കുന്ന പരസ്യമോ? ഞാനിത് ഇപ്പോഴാ കാണുന്നത്. മാരണം ഒന്ന് കഴിഞ്ഞപ്പോ മറ്റൊന്ന്. തലവേദന വിട്ടുമാറുന്ന ലക്ഷണമില്ലല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അത് ഞാൻ തന്നെ പറയണോ? വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് ഒതുക്കടാ അതിനെ. അങ്ങനെയൊന്നും ഒതുങ്ങുന്ന കൂട്ടത്തിലല്ല. ആ വർമാജിയുടെ കൊച്ചുമോളാ. അച്ഛനൊരു കാര്യം ചെയ്യും, ആ വർമാജിയെ വിളിച്ചൊന്ന് പറ. ഫസ്റ്റ് എന്നാ പിന്നെ അതായിരിക്കും അടുത്ത തലക്കെട്ട്. മന്ത്രിയുടെ സ്വാധീനം പത്രപ്രവർത്തനത്തിലും. എങ്കിൽ അച്ഛന് നിന്റെ ഉടമസ്ഥന്മാരെ അറിയാലോ, അവരെ വിളിച്ചൊന്ന് പറയാൻ പാടില്ലേ? ആ കള്ളൻ സേട്ടുവിനെയോ? അയാൾ ഈ ഭൂലോകം തന്നെ ഭാരം ചോദിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? നിന്റെ കുറെ ശിങ്കിടികളുണ്ടല്ലോ, തിന്നും കുടിച്ച് നടക്കുന്ന വർഗങ്ങള്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ അച്ഛൻ കയറി ഇടപെടരുത്. നീ എന്ത് വേണേ ചെയ്തു തോലയ്ക്ക്. അശ്വതി വർമ്മയല്ലേ? അതെ. ഹലോ, കുറച്ചു മുമ്പ് ഹോട്ടൽ ചാണക്യയിൽ നിന്ന് ശേഖരൻകുട്ടിക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ഉപയോഗിക്കുന്ന കണ്ണാടി കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു മെസ്സേജ്. പൊട്ടിക്കാതെ സൂക്ഷിക്കണം എന്നായിരുന്നു ശേഖരൻകുട്ടിയുടെ മറുപടി. താങ്ക് യു ജോർജ്. ചീഫ് മിനിസ്റ്ററോ? ശരി ശേഖരൻകുട്ടി, താഴെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന്, അങ്ങോട്ട് ചെല്ലാൻ. അച്ഛൻ ഇവിടെയാ? ഞാനിപ്പോ വരാം. അച്ഛൻ എവിടെ? ഇവിടെ. അശ്വതിയോടെ. അശ്വതിയോടെ.
कल सुबह की फ्लाइट से वहां आ रहा हूं। और सुनो डॉक्टर, वो ऑपरेशन कल ही हो जाना चाहिए क्योंकि कल शाम की फ्लाइट से मुझे उस चीज को न्यू दिल्ली भेजना है। सॉरी इफ्ती, ये नहीं होगा। Then I am also sorry डॉक्टर, तुम मुझे गद्दारी करने पर मजबूर कर रहे हो। तुम मेरा कुछ नहीं बिगाड़ सकते। मेरा और मेरे लोगों को हाथ बिल्कुल साफ है। अच्छा, एक बात बताओ, वो डॉक्टर एनी की याद है तुम्हें? उसके घर से मैंने जो तुम्हारे खिलाफ एविडेंस उठाया था, आई स्टिल हैव दैट एविडेंस। डोंट गेट सो अपसेट डॉक्टर मार्कोस, वी कैन स्टिल डू बिजनेस। ठीक है, ऑपरेशन हो जाएगा, लेकिन सारे सबूत मुझे मिल जाना चाहिए। You perform the operation and I will hand over all the evidence to you. Okay? Sala. इफ्टी नंबर 24 वृंदावन कॉलोनी। തെളിവുകളെല്ലാം ഞാൻ തപ്പിയെടുത്തു. ഇനി ഓപ്പറേഷൻ നടത്തേണ്ട കാര്യമില്ല. പറഞ്ഞിരുന്നത് പോലെ ഞാൻ കാർ പാർക്കിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? റോയ്, നിങ്ങൾ? അതെ, ഞാൻ തന്നെ. എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇല്ലാത്ത രോഗങ്ങളുടെ പേര് പറഞ്ഞ് രോഗികളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ ശരീരഭാഗങ്ങൾ അറുത്ത് മുറിച്ച് വെക്കുന്ന നീയൊക്കെ ഞാൻ പറയുന്നത് കേൾക്ക്. ഇവനറിയാം എന്റെ ആനയെ കൊല്ലിപ്പിച്ച ആരാണെന്ന്. ഇവനെ കൊണ്ട് പറയിപ്പിക്കും. ഡോക്ടർ റോയ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് റോയ്, പ്ലീസ്. സത്യം ഞാൻ പറയിപ്പിക്കാം. റോയ്, മാർക്കോസ്, ആനയെ കൊല്ലിപ്പിച്ചതാരാണ്? പറയാൻ 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 സത്യം പറയാൻ പറ. മേനൻ,
മേനോനല്ല ഡോക്ടർ മാർക്കോസിനെ വെടിവെച്ച് കൊന്നത് ഡോക്ടർ റോയ് ആണ്. റോയിയുടെ മൂന്നാമത്തെ കൊലപാതകം. നോ നോ വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിലപിടിപ്പുള്ള ജീവനുകൾ നിലനിർത്താൻ വെറും പുഴുക്കളെ പോലെ ജീവിച്ചു മരിക്കുന്ന സാധാരണക്കാരിൽ നിന്നും പലതും അപഹരിക്കേണ്ടി വന്നു. ഇതൊക്കെ വലിയൊരു ക്രൈമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഡോക്ടർ റോയ്. ഇറ്റ്സ് ഓൺലി സർവീസ്. യെസ്, സർവീസ്. അതിന് ആനി തടസ്സമായി നിന്നപ്പോ എനിക്ക് ആനിയെയും കൊല്ലിക്കേണ്ടി വന്നു. അങ്ങനെ പലരെയും. എക്സൈറ്റഡ് ആവണ്ട. വെറും ഒരു റോയ് മാത്രം വിചാരിച്ചാൽ തുടച്ചു നിൽക്കാൻ കഴിയുന്ന ശൃംഖലയല്ല ഞങ്ങളുടേത്. ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ റാക്കറ്റ്. ആ ശക്തിയെ നേടാൻ നിനക്കാവില്ല ഡോക്ടർ റോയ്. പോലീസ് ഇപ്പോൾ ഇന്നെത്തും. തെളിവുകളെല്ലാം എന്റെ കയ്യിലായ സ്ഥിതിക്ക് ഇനി പിടികൊടുക്കുന്നതല്ലേ നല്ലത്? പറയടാ, അവനോടുണ്ട്. എന്റെ ആനിയെ കൊന്ന ഒറ്റക്കൈ എന്നോടുണ്ട്. പറയടാ. I want him!